ഇപ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന ഒരു നിവേദനം എന്നെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തതാണെങ്കിലും അത് സ്നേഹബുദ്ധിയാ വാങ്ങിച്ചു വെക്കുക എന്നുള്ളത് രാഷ്ട്രീയക്കാർ ചെയ്യുക. അവർക്കത് എത്ര നിവേദനം പരിഹരിക്കപ്പെടും. പക്ഷേ എല്ലാ നിവേദനവും അവർ വാങ്ങിക്കും. അതിപ്പോൾ ഐക്യരാഷ്ട്രസഭ പരിഹരിക്കേണ്ട ഒരു വിഷയമാണെങ്കിൽ പോലും ലോക്കൽ MLA അവിടെ വന്നാൽ അയാളത് വാങ്ങിക്കും. അതാണ് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ട കാര്യം. അതാണ് ജനങ്ങളോടുള്ള ഒരു കരുതൽ. തങ്ങളെ വിശ്വാസം അർപ്പിച്ച് വരുന്നൊരു മനുഷ്യനെ വാല്യൂ ചെയ്യുക എന്നാണ് അതിന് പറയുക. എന്നെക്കൊണ്ടങ്ങ് പറ്റില്ല പോകാൻ പറയുന്നത് ഒരർത്ഥത്തിലുള്ള അപമാനമാണല്ലോ. ഈ പറയുന്ന കൊച്ചുവേലായുധന് ഇത് കൊടുക്കുന്നു, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു. വേറൊരാൾ പുറകെ നിൽക്കുന്നുണ്ട് നിവേദനമായിട്ട്. അയാൾ ഈ സുരേഷ് ഗോപിയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഇതെടുത്ത് പുറകിലേക്ക് മാറ്റി വെക്കും. കാരണം പോയി അപമാനിതനാവണ്ടല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം ഒരു വലിയ ഹീറോയിക് ആക്ട് പോലാണ് ഈ സംഗതിയെ ഒഴിവാക്കി വിടുന്നത്. ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ലീഡേഴ്സായിട്ടുള്ള ആളുകൾ, ജനപ്രതിനിധികൾ, അവരുടെ ജസ്റ്റേഴ്സിന് പോലും വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ പറയുമല്ലോ, പിണറായി വിജയൻ്റെ അടുത്ത് സെൽഫി എടുക്കാൻ പോയപ്പോൾ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആൾക്കാരാണ് ഈ കൂട്ടം എന്നോർക്കണം. അവരാണ് സുരേഷ് ഗോപിയുടെ ധീരമായ നടപടിയായിട്ട് പറയുന്നത്. നമുക്ക് BJPയുടെ ദേശീയ പേജുണ്ട്, ഒഫീഷ്യൽ പേജ് BJP ഫോർ ഇന്ത്യ. അതിനകത്ത് പോയപ്പോലും കാണാം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അവരുടെ ജസ്റ്റേഴ്സിനൊക്കെ എടുത്ത് പലതവണ റിപ്പീറ്റ് എഡിറ്റിട്ടിട്ട് മ്യൂസിക് ഇട്ട് കളിയാക്കുന്നത്. കാരണം ഈ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടും. രാഹുൽ ഗാന്ധി അവർക്ക് കളിയാക്കാം, ഇവിടെ സുരേഷ് ഗോപിയുടേത് കളിയാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വിമർശിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ ഇരട്ട യുക്തി തന്നെ നമ്മൾ കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ചോദിച്ചാൽ ആളുകളെ എങ്ങനെ വാല്യൂ ചെയ്യണം, വോട്ട് ചെയ്ത മനുഷ്യരെ എങ്ങനെ മാനിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തതോ അറിയാത്തതോ അതിൻ്റെ ഒരു മികവില്ലാത്തതിൻ്റെ പ്രശ്നമാണ് അത്. പിന്നെ അദ്ദേഹം ആലോചിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ ഈ പഞ്ചായത്ത് BJPയുടെ കയ്യിലാണോ, അല്ലെങ്കിൽ ഇവന്മാരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന മട്ടിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ പഞ്ചായത്ത് നമ്മൾ ജയിച്ചിട്ടില്ല, ഇറങ്ങിപ്പോകും പറയുന്നുണ്ട്, അടുത്ത തവണ പഞ്ചായത്ത് ഇങ്ങോട്ട് തന്നേക്ക്, എല്ലാം തിരിച്ച് ഞങ്ങൾ തരാം എന്ന് പറയുന്നുണ്ട്. പഞ്ചായത്ത് തന്നാലേ തരൂ. എന്നിട്ട് ആദ്യം അദ്ദേഹം ഒരു വിശദീകരണക്കുറിപ്പ് എഴുതുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ വന്നപ്പോൾ ഞാൻ പരിശോധിച്ചു. ഇപ്പം ഇന്ന് പറഞ്ഞല്ലോ, ഇന്നൊരു സ്ത്രീ വന്ന് ചോദിക്കുന്നുണ്ട്, ഈ കരുവന്നൂർ ബാങ്കിലെ പൈസ എടുത്തു തരാൻ സഹായിക്കണം, മുഖ്യമന്ത്രിയോട് പറയൂ എന്ന് പറഞ്ഞു. അവിടെ മുഖ്യമന്ത്രിയോട് പോയി പറയാൻ വേണ്ടി എനിക്ക് പറ്റുമോ സാറേ ചോദിച്ചപ്പം, എന്നാൽ പിന്നെ എൻ്റെ നെഞ്ചത്തോട്ട് കയറ്, എന്നാൽ ഇതിൻ്റെ മറുപടി ഇങ്ങനെയാണോ ജനത്തോട് മറുപടി പറയേണ്ടത്? ആരായി ജനമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനേക്കാൾ മുകളിലുള്ള ആളാണ്. അപ്പോൾ നിങ്ങളല്ലേ ഞങ്ങളുടെ കേന്ദ്രമന്ത്രി? ഞാൻ നിങ്ങളുടെ കേന്ദ്രമന്ത്രിയല്ല, രാജ്യത്തിൻ്റെ കേന്ദ്രമന്ത്രിയാണ്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്താ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്? രാജ്യത്തിൻ്റെ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ ജനമായിട്ട് അതിന് ബന്ധമൊന്നുമില്ലേ? പിന്നെ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ കാര്യം നോക്കാനാണോ? അപ്പോൾ ഈ പറയുന്ന ലോജിക്കില്ലാത്ത കാര്യങ്ങൾ സിനിമയിൽ എഴുതി വെക്കുന്ന ഡയലോഗുകൾ പലതും അർത്ഥം അറിയാതെ ഇങ്ങനെ ഡെലിവറി ചെയ്ത പരിചയം കാണും. അപ്പോൾ അദ്ദേഹം പറയാം, ഞാൻ നിങ്ങളുടെ കേന്ദ്രമന്ത്രിയല്ല, രാജ്യത്തിൻ്റെയാണ്. രാജ്യം അപ്പോൾ പിന്നെ തൃശ്ശൂരിന് പുറത്തുള്ള ഒരു സ്ഥലമാണെന്നാണ് എൻ്റെ സംശയം. എന്നിട്ട് ഇദ്ദേഹം ഇവരെ ഇങ്ങനെ ആക്ഷേപിക്കുകയാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയേക്കുന്നുണ്ട്, എൻ്റെ മുമ്പിൽ ആൾക്കാർ വന്നു, അപ്പം ഞാൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ആരോടും വാഗ്ദത്തം ചെയ്യാറില്ല. ഭവന നിർമ്മാണം ഒരു സംസ്ഥാന പദ്ധതിയാണ്, കേന്ദ്രത്തിൻ്റെ നേരത്തൊന്നും ചെയ്യാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. അത് വലിയ ഉപകാരമായി. കാരണം ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന മുഴുവൻ ഭവന നിർമ്മാണവും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് പിണറായി വിജയൻ പടം മാറ്റി ഒട്ടിച്ച് വിതരണം ചെയ്യുകയാണെന്ന് പ്രചരണം നടത്തുന്ന ആൾക്കാരാണ് ഇവർ. ഇപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നു ഈ ഭവന നിർമ്മാണമെല്ലാം സംസ്ഥാനത്തിൻ്റെതാണ്. അത് ശരി, വലിയ ഉപകാരം, സമ്മതിച്ചല്ലോ, അത് സമ്മതിച്ചു. രണ്ടാമത്തത്, സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ എല്ലാം ചെയ്യും, സിസ്റ്റത്തിന് പുറത്ത് ഞാൻ ഒന്നും ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തൃശ്ശൂരിലെ ഒരു പള്ളിയിൽ മേരി മാതായുടെ ശിരസിൽ കൊണ്ടുപോയി ഒരു സ്വർണ്ണ കിരീടം വെച്ചു. അത് സിസ്റ്റത്തിനകത്തും ചെയ്തതാണോ? സ്വന്തം പോക്കറ്റിൽ പൈസ എടുത്ത് ചെയ്തതാണല്ലോ. തൃശ്ശൂർ ജയിക്കാൻ വേണ്ടി അദ്ദേഹം കയ്യിൽ നിന്ന് പൈസ എടുത്ത് എവിടെല്ലാം ചിലവാക്കിയിട്ടുണ്ട്, ആർക്കെല്ലാം സഹായം ചെയ്തിട്ടുണ്ട്, ആരെയെല്ലാം പോയി കാണുകയും വണങ്ങുകയും ചെയ്തിട്ടുണ്ട്, അതെല്ലാം സിസ്റ്റമാണോ? അപ്പോൾ അദ്ദേഹത്തിന് അന്നവിടെ ജയിക്കണമായിരുന്നു. അപ്പോൾ അദ്ദേഹം സിസ്റ്റം നോക്കിയിട്ടില്ല. ജയിച്ച് മന്ത്രിയായി കഴിഞ്ഞപ്പോൾ സിസ്റ്റത്തിന് പറ്റില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഓടിക്കും എന്ന നിലയെടുക്കുകയാണ്. എന്തോ ഇരട്ടത്താപ്പാണിത്, എന്താ അപഹാസ്യമായ നിലപാടാണ്. സിസ്റ്റത്തിന് പുറത്തൊന്നും ചെയ്യാത്ത ആളാണ് അത്രേ സുരേഷ് ഗോപി ചെയ്തത് മുഴുവൻ സിസ്റ്റത്തിന് പുറത്തൂടായിരുന്നു, പറയുന്നത് മുഴുവൻ സിസ്റ്റത്തിന് പുറത്തൂടാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് സിസ്റ്റമായിട്ട്. അപ്പോൾ ആൾക്കാർ ഇത് കേൾക്കുകയല്ലേ, ആൾക്കാർ ഇത് മനസ്സിലാക്കുകയല്ലേ, സിസ്റ്റത്തിന് പുറത്ത് ചെയ്യാത്ത ആൾ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇത് പാളി. കാരണം ഇയാളെ ആക്ഷേപിച്ച് വിട്ടത് പാളി. CPIM അവിടെ വന്ന് അയാൾക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇന്ന് പറയാണ്, ഞാൻ കൂടുതൽ ആളുകളെ പാർട്ടി ഓഫീസിലേക്ക് അയക്കും, അവർക്കെല്ലാം വീട് വെച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നത് ഇതൊക്കെ എന്തോ ഒരു മാസ് ഡയലോഗാണെന്ന്. കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ ഇതിലെല്ലാം വന്ന് ലൈക്ക് ചെയ്യാൻ. അപ്പോഴത്തെ 1 മണിക്കൂർ കൊണ്ട് 4000 ലൈക്കൊക്കെ കിട്ടും. അവിടെ പുള്ളിയുടെ ഉദ്യമം വിജയിച്ചു എന്ന മട്ടാണ്. ഒരു വ്യക്തീകരണം എന്നാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൻ്റെ തലവാചകം തന്നെ ഒരു വ്യക്തീകരണം എന്നാണ്. അപ്പോൾ ഞാൻ ഒരു 1.5 ദിവസം ആലോചിച്ചു ഈ വാക്കിൻ്റെ അർത്ഥം എന്നാണ്. വിശദീകരണമെന്നോ വ്യക്തമാക്കലെന്നോ എന്താണ് ഉദ്ദേശിച്ചത്, എന്നാലും കൊള്ളാം. അപ്പോൾ ഇതിന് അദ്ദേഹം പറയുന്ന അതാണ് സ്വന്തമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതായാലും ട്രാൻസ്ലേറ്റർ കൊടുത്തായിരിക്കാൻ വഴിയില്ല. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇത് അദ്ദേഹത്തിന് ഇത് തിരിച്ചടിയാവുന്നുണ്ട്. ജനങ്ങളെ ഇൻസൾട്ട് ചെയ്താൽ അത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കലാണ് ആദ്യം വേണ്ടത്. ബാക്കി അദ്ദേഹത്തിൻ്റെ പൊസിഷനും രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ പരിമിതികൾ, അദ്ദേഹത്തിൻ്റെ നിയമപരമായ പരിമിതികൾ, മന്ത്രി എന്നുള്ള പരിമിതി, അതൊക്കെ വിടാം. ജനത്തെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. കാരണം ജനം നിങ്ങളുടെ അടുത്ത് വരുന്നത് പ്രതീക്ഷയോടെയാണ്. അവരോട് പണ്ടൊരിക്കൽ പറഞ്ഞ ഓർമ്മയുണ്ട്, MP ഗോവിന്ദനോട് കൊടുക്കാൻ പറഞ്ഞു. എന്തുകൊണ്ട് MP ഗോവിന്ദന് കൊടുക്കാൻ ഇദ്ദേഹത്തിന് കൊടുത്തപ്പോൾ? കാരണം ആ ദേഷ്യമാണത്. ഈ പഞ്ചായത്ത് ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും തരില്ല ഒരു രാജാവ് എന്ന് വന്നിരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മുടെ ഇപ്പോഴും പറയുമല്ലോ, ഒരുമാതിരി കലിങ്ങിൽ നിന്ന് വർത്താനം പറഞ്ഞ പോലത്തെ വെളിപ്പ് പറയുന്നു. അതിനത് സമാനമായ സ്വഭാവത്തിലേക്ക് അത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഗുണമാണ് ഉണ്ടാക്കുന്നതെന്ന്
എനിക്കൊന്നും ബി ജെ പിയുടെ മറ്റു നേതാക്കന്മാർക്ക് മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ ഇത്. ഇദ്ദേഹത്തിൻ്റെ ഒരു PR ടീമിന് മാത്രമേ ഇത് പിടികിട്ടാത്തുള്ളൂ. ബി ജെ പിയുടെ ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന കുറേ കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന BJP ലീഡേഴ്സിനൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഈ പോക്ക് നല്ല പോക്കല്ല പോകുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് അവരുമായിട്ട് ആക്സസും ബന്ധമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലൈമാക്സ് പോയിന്റിലേക്ക് അദ്ദേഹം തന്നെ നടന്നെത്തട്ടെ എന്നാണ് ഞാൻ പറയാം.